ഹലോ, നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇച്ചിക്കുട്ടിൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗാണ്. അപ്പോൾ അവൻ്റെ 3 വയസ്സിലെ ബർത്ത്ഡേയുടെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം അംഗനവാടി ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലോട്ട് പോവാം കേട്ടോ. സെൻറ്ററിൽ നിന്ന് ഞാനൊരു 3:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പോണ വഴിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ ഇനി വീട്ടിലോട്ടാണ്. എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുട്ടിപ്പട്ടാളം ടീമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചിൻ്റെ ചിറ്റന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിറ്റയും അമ്മ അവരും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ വന്നപ്പോൾ തന്നെ ഞാൻ അവർക്ക് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ചുമ്മാ എടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേ ഡെക്കറേറ്റിംഗ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബലൂൺ വീർപ്പിക്കാനും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കുറേ ഐറ്റംസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ചുമ്മാ ഇരിക്കാതെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവർക്കാണെങ്കിൽ ഭയങ്കര ഉത്സാഹം. എന്തിനും ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ, ചെയ്യാൻ വേണ്ടിയിട്ട്. ചേച്ചിയുടെ പരിപാടിയൊക്കെ ഞാൻ ഫുൾ കുട്ടികൾക്ക് കണ്ടു കൊടുത്തു. അവൾമാർ ചെയ്തോളാന്ന് പറഞ്ഞു. ചേച്ചി ഭാഗത്തേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചാച്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ താഴെ വന്ന് ചാച്ചന് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മേലെ ഡെക്കറേറ്റിങ് അവർ പിള്ളേരെല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ചാച്ചൻ നേരെ മേളിട്ട് കയറി വന്നിട്ടാ ഇടം വരെ ആയതെന്ന് ചോദിച്ചുകൊണ്ട്. ഞാനും കിച്ചണിൽ എത്തിയിട്ടില്ല കേട്ടോ. കിച്ചൺ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എത്തും. ഞാനും പിള്ളേരും അമ്മയും അവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു 6 മണി ആ സമയമൊക്കെ ആവറായി. അപ്പം ഞാൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അവൾമാരെ നേരെ വിളിച്ച് വരുത്തി താഴത്തേക്ക്. പിന്നെ ഞങ്ങളവിടെ നിന്ന് ചായ കുടിക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഇരുന്ന് ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചായയോടെയും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞു കേട്ടോ. നമ്മളിന്ന് ബർത്ത്ഡേയുടെ സ്പെഷ്യലി നമ്മൾ നോൺ ഐറ്റംസ് കാര്യങ്ങൾ വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആണ്. നാളിൽ നമ്മൾ അങ്ങനെ വയ്ക്കാറില്ല. അപ്പോൾ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോൺ എന്തെങ്കിലും വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് എന്തെങ്കിലും കിച്ചോട്ടം വന്നു. കിച്ചോന് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതാണ് അപ്പോൾ നമ്മുടെ ഇച്ചിക്കുട്ടൻ്റെ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ആ ഊഞ്ഞാലില്ലേ ചോർന്നിറങ്ങണില്ലല്ലോ, ഈ ഒരു തൊട്ടി വാങ്ങിക്കുമെന്നും പറഞ്ഞ് കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു വാങ്ങിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ പുള്ളിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇച്ചിക്കുട്ടനെയും കൂടിയിട്ടാണ് കേട്ടോ ഇത് നോക്കാനൊക്കെ ആയിട്ട് നമ്മൾ എവിടെയാണ് പോയത്, മയൂരിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴായാലും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേക്ക് ഇത് വാങ്ങിച്ചാലോ എന്നുള്ളൊരു ഓപ്ഷൻ വച്ചേക്കായിരുന്നു. അപ്പോൾ ഇവന് ഞങ്ങൾ വിചാരിച്ചു ഇതങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ അവന് മാത്രമല്ല ഞങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഞങ്ങൾക്ക് കയറിയിരുന്ന് ആടാലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് വാങ്ങിക്കാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അത് വിചാരിച്ച് ബാൽക്കണിയിൽ അവിടെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലിട്ടുന്ന കുഷ്യനൊക്കെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊക്കെ പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കഴിയട്ടെ, മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് മാറ്റിയിടാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം നമ്മൾ താഴെ നിന്ന് മേലോട്ട് കയറി വരുന്നതിൻ്റെ ഹോളിൽ അവിടെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവന് ഒത്തിരി സന്തോഷമാവും കേട്ടോ. അവനന്ന് കയറി അവിടെ മയൂരിയിൽ ഞങ്ങൾ പോയി നോക്കുന്നിട്ട് അവനത് കയറ്റിയിട്ട് പുള്ളി എന്ത് ചെയ്താൽ വരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ പിന്നെ വാങ്ങിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അപ്പോൾ അവൻ അറിയാതെ സർപ്രൈസായിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ കിച്ചോട്ടനത് എല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും അവന് കാണിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ. അതിൽ മാത്രമായിട്ട് ഇവിടെ സ്റ്റാൻഡും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല. സ്റ്റാൻഡും കൂടെ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ അത്ര സ്പേസ് നമുക്കവിടെ പോകും. അപ്പോൾ നേരെ തന്നെ ഹുക്കിലേക്ക് ഹാങ് ചെയ്യാന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാൻഡൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹാങ് ചെയ്യണ ചങ്കലല്ലേ, അത് നമ്മൾ എക്സ്ട്രാ ഓറോടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ വന്നിരുന്നിട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാനൊന്ന് കയറിയിരുന്ന് നോക്കണമല്ലോ എങ്ങനെയൊക്കെയാണെന്നും. അവനെ ഇരുത്തിനേക്കാളും മുന്നേ ഒന്ന് കയറി നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് ആടി നോക്കി. സംഭവം സെറ്റാണ് കേട്ടോ. കുറച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങും. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ എല്ലാവരും പിള്ളേരൊക്കെ ഇരുത്തിട്ട് അവരും എൻ്റെ ഒരു ഇത് അറിയണമല്ലോ. അപ്പോൾ പിള്ളേരും ഭയങ്കര ഇഷ്ടത്തോടുകൂടി കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും മാറി ഇരിക്കുക, ഞാനിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കടയിൽ ഇങ്ങനെ കിടക്കുന്നേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അവളുമാരൊക്കെ പതുക്കെ നൈസായിട്ട് കുറച്ച് നേരം ഇരുന്ന് ആടിയിട്ട് അവളുമാർ പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റേക്ക് പോയി. അയ്യോ എൻ്റെ വീഡിയോ എടുക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര തമാശ ആയിരുന്നു. ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ബലൂൺ വീർപ്പിക്കലാണ് ഭയങ്കര ഇതായിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ചെയിൻ എന്തോ സംഭവം പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഇങ്ങനെ വരുമല്ലോ, അതായത് നമ്മൾ ബലൂൺ അന്തേക്ക് കണക്ട് ചെയ്ത് കയറ്റിയിടാൻ വേണ്ടി. ഇനിയാണ് അത് വൻ ടാസ്ക്. അപ്പോൾ ഞങ്ങൾ ഏത് രീതിയിൽ ഇടണം എന്നുള്ള സംശയത്തിലായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അഭിരാമി ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു, ചേച്ചി നമുക്ക് അങ്ങനെ വയ്ക്കാം, ചേച്ചി നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അവരവരുടേതായ ഐഡിയയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുന്നു. പിന്നെ അങ്ങനെ തന്നെ പോട്ടെ എന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ അഭിരാമിയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മൾ അകത്ത് വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് വേണ്ട, കാരണം വെച്ചാൽ ഇവിടെ ആകുമ്പോൾ പിന്നെ അത്യാവശ്യം നമ്മൾ പുറത്ത്
പുറത്തെ ഒരു ഏരിയ ഉണ്ടോ എന്ന് വെച്ചാൽ പുറത്തെ ഏരിയ എന്ന് വെച്ചാൽ മേളിൽ ഡ്രസ്സൊക്കെ ഇടുന്ന ഒരു ഏരിയ, ഡ്രസ്സ് ഇടുന്നതെന്ന് വെച്ചാൽ തുണിയൊക്കെ വെളുത്തുന്ന ഒരു ഏരിയ, ഒരു സ്ഥലമുണ്ട്, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യുക, അപ്പോൾ എല്ലാവർക്കും നിൽക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ താഴെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇച്ചിക്കൊണ്ട് ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ ഇവിടെയാണ് കേട്ടോ പരിപാടി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം ആൾക്കാർക്ക് നിൽക്കാനും ഭയങ്കര അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഇവിടെയാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ സ്റ്റേജ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഫസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു സ്പേസിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബലൂണും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. എൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഹാങ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്തിട്ടു. അപ്പോൾ പിള്ളേരൊന്നും ചേച്ചി ഇതല്ലേ കൊച്ചിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ്, അപ്പോൾ ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല. എന്നാൽ പിന്നെ ഇതും കൂടെ ബാക്കി നമുക്ക് കുറേ ബലൂൺസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ ചുമ്മാ കളയാൻ പറ്റുമല്ലോ. എന്തായാലും ഇതൊക്കെ കുറച്ച് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചതാണ് ഇവിടെയും കൊണ്ട് ഇത് ചുമ്മാ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടിമണീസ് എല്ലാവരും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കുടിയെല്ലാം കഴിഞ്ഞ് വന്നു. കുട്ടീസ് കുടിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ കുറച്ച് ടച്ചപ്പ് മേക്കപ്പ് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര മേക്കപ്പിലാണ്. വിചാരിക്കും ഇച്ചിക്കൊണ്ടോട് ഇല്ലാട്ടെ, ഇച്ചിക്കൊണ്ടിന് അമ്മയുടെ അടുത്ത് തറവാടിലാണ്. കൊച്ചെന്താ വരാതെന്ന് പറഞ്ഞു അമ്മ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. കിച്ചേട്ടൻ ഇച്ചിക്കൊണ്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട്. ചിന്തിക്ക് അമ്മയും ചേർന്നൊക്കെ ഇങ്ങോട്ട് വരുമോ. അപ്പോൾ കൊച്ചിനെ കാണാത്ത വിഷമത്തിൽ അമ്മച്ചേട്ടൻ അങ്ങോട്ട് നോക്കിയിട്ടിരിക്കുക. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഞാൻ പോയി ചെറുക്കനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്താ സംഭവം എന്ന് അവനിതോട്ട് മനസ്സിലായില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴല്ലോ അയ്യോ അവന് ഭയങ്കര സന്തോഷം, അവൻ്റെ മുഖത്ത് കാണാം കേട്ടോ. അവന് ഷോക്കായി നിൽക്കുന്നത്. എന്താ സംഭവം എന്നല്ല, ചിറ്റന്മാരെ കണ്ടിട്ടാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവരോട് കളിക്കാൻ ചിരിക്കാനൊക്കെ. അപ്പോൾ അവരെ കണ്ട സന്തോഷത്തിലാണ്, അയ്യോ എല്ലാവരും വന്നിട്ടുണ്ടെന്നുള്ള സന്തോഷത്തിലാണ് കൊച്ചും. ഇവരുടെയൊക്കെ എല്ലാവരും വരുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവന് വന്നപ്പോൾ തന്നെ അവരെ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ പുള്ളി നേരെ പോയി കളിപ്പാട്ടൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അവൻ്റെ കൺമണിയിൽ തപ്പി പോണിയാട്ടോ. ഇനി വീണ്ടും സർപ്രൈസ് ഉണ്ടോ എന്ന് വിചാരിച്ചോണ്ട് പിന്നെ ഞാൻ കുട്ടീനെ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ട് പിന്നെ നേരെ മേലോട്ട് പോയി. ബർത്ത്ഡേ ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് മുട്ടേ തരത്തു കൂട്ടാ. ഇഷ്ടായോ? ഞാൻ ഇഷ്ടായോ? കൊച്ചു വേറെ ചോദിക്കണം.
ഒരു മെനമണിയാണ് ഫോട്ടോ ഞാൻ വീഡിയോ അവൻ എന്തൊക്കെയോ ഇതെന്തോ കൂടി പറയാൻ പാടില്ലല്ലോ പണി വേറെ ഇച്ചുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൻ്റെ ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമായി അവന് അത് പ്രകടിപ്പിക്കാനായിട്ട് അവിടെ ഇരുന്നിട്ട് അവൻ ചിറ്റന്മാരെ കണ്ട ഒരു സൈഡിൽ നിന്ന് ഭയങ്കര സന്തോഷം പിന്നെ ബലൂണൊക്കെ കണ്ടപ്പോൾ അതൊക്കെ എടുത്ത് ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കൊച്ചവിടെ ഇരുന്നുകൊണ്ട് പിന്നെ അച്ചാമ്മ ഊഞ്ഞാലേ ഇരിക്കുന്നു പറഞ്ഞ് അമ്മേനെ പിടിച്ച് അവിടെ ഇരുത്തി കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ഇച്ചിക്കൂട്ടിനോട് വരാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ഞാൻ ആദ്യം ആടിയതെന്നൊക്കെ പറയുമായിരുന്നു അവിടെ ഇരുന്ന് കുറച്ച് നേരം അച്ചാമ്മയും മോനും അവിടെ ഇരുന്ന് ഊഞ്ഞാലേക്ക് ആടി കേട്ടോ അപ്പോൾ നമ്മുടെ ചിറ്റന്മാർ കുറച്ച് നേരം അവിടെ നേരെ ബാൽക്കണിയിലായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുള്ളി അവിടെ നിന്ന് എസ്കേപ്പായിട്ട് വന്നു കേട്ടോ ചിറ്റന്മാരെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ചിറ്റന്മാരിവിടെ സന്തോഷം മകർന്നായിട്ട് നടക്കുമായിരുന്നു പിന്നെ കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളിലായിട്ട് ഞങ്ങളങ്ങ് തിരിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി അധികം സമയം വൈകേണ്ട നമുക്ക് കേക്കൊക്കെ മുറിക്കാമെന്നും പറഞ്ഞു അപ്പോൾ അവൻ വീട്ടിലെ ഓരോ കാര്യങ്ങളും അവൾമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചൻ്റെ ഫ്രണ്ട്സ് വന്നു കേട്ടോ അപ്പോൾ അനുസരിച്ച് ജിസേറിനും ചേർന്നൊക്കെ ഉണ്ടായിരുന്നു അവർ വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ ഫാമിലി അപ്പം ഇത് കിച്ചൻ്റെ ഇളയ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവരായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയോ അവിടെ നിന്ന് പറയണ്ടേ കുഞ്ഞാവനെ എടുക്കാനൊക്കെ എൻ്റെ അടുത്ത് അവൻ അവിടെ നിന്ന് പറയുകയാണ് കേട്ടോ കുഞ്ഞാവനെ എടുക്കാമോ എന്ന് പിന്നെ നമ്മൾ അധികം സമയം വൈകിച്ചില്ല നമുക്ക് നേരെ തന്നെ കേക്ക് മുറിക്കാം പിന്നെ ഫുഡൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ കേക്കൊക്കെ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി സമയം വൈകിക്കേണ്ട നമുക്ക് നേരെ പോയി കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നേരെ മുകളിലോട്ട് പോയി അച്ഛ വരുമ്പോ പോവാം ഞാൻ കഴിയുകൊണ്ട് വേണ്ടി പോയാ എങ്ങോട്ടാണ് ക്യാമറ എങ്ങോട്ടാ ഇപ്പം നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി നേരെ മേളിലോട്ട് വന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻ ചെയ്തേക്കുന്നത് മേലോട്ട് ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇടയ്ക്കൊക്കെ കണക്ട് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് അതേ ഹാപ്പി ബർത്ത്ഡേ ഇഷാൻ കൃഷ്ണ എന്ന് എഴുതിയിട്ടുണ്ട് ഇതാണ് കേക്ക് ഭയങ്കര അടിപൊളി കേക്കാണ് കേട്ടോ സൂപ്പറാണ് നമ്മുടെ പേക്കാപ്പിളിൽ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മളവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവിടെ നിന്നാണ് കേക്ക് ഉണ്ടാക്കി വാങ്ങിക്കുക അടിപൊളിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ കേക്ക് മുറിക്കാൻ പോയി ഹാപ്പി ബർത്ത്ഡേ അവന്റെ ഇവന്റെ ബർത്ത്ഡേക്ക് ഫ്രീസറെ പോലും അവിടെ കേക്ക് വരും നമ്മുടെ കേക്ക് മുറിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ താഴത്തേക്ക് പോകുന്നു പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ താഴത്തേക്ക് വന്നു അപ്പോൾ ഇച്ചിക്കൊണ്ട് കളിപ്പാട്ട് എല്ലാം എടുത്ത് കുഞ്ഞാവയ്ക്കോട്ട് കൊടുത്തേക്കുവാണ്ട് കളിച്ചോളാൻ പറഞ്ഞുകൊണ്ടോ അവൻ അങ്ങനെയാണ് കേട്ടോ വീട്ടിൽ ആര് വന്നാലും അവന് കിട്ടിയ ഗിഫ്റ്റും അവൻ്റെ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അപ്പോൾ കളിക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതേ എല്ലാം കുഞ്ഞായ്ക്ക് പറക്കൊണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് കളിപ്പാട്ടം മാത്രമേ താഴെ വെച്ചിട്ടുള്ളൂ അല്ലാത്ത എല്ലാം ഞാൻ മേളിൽ കൊണ്ടുപോയി വെച്ചേക്കോ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ അവനെ എടുത്ത് ഇടും കേട്ടോ ചുമ്മാ അവന് വലിയ കളിക്കലൊന്നും അങ്ങനെ ഇല്ല ആരും വരുവാണെങ്കിൽ മാത്രം പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ അങ്ങനെ അവന് ഉപയോഗിച്ചിട്ടാണ് കുറേ കളിപ്പാട്ടം അപ്പോൾ അതങ്ങനെ മേളിൽ എടുത്തുകൊണ്ടേ വെക്കും എനിക്ക് പിന്നെ ആരെങ്കിലും വരുമ്പോൾ അവൻ അതൊക്കെ പറക്കിയെടുത്ത് താഴത്തോട്ടും കൊണ്ടുപോകും അപ്പോൾ കുഞ്ഞാവയ്ക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്
പിന്നെ അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടി ഇരിക്കുക. ഞങ്ങൾ കഴിയുന്നില്ല, അവർ വന്ന് അവരെ കഴിക്കാൻ വേണ്ടി ഇരുത്തി. അപ്പോൾ ഇച്ചിക്കൂടിനും അവിടെ ഇരുത്തി കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുക. അപ്പോൾ എന്നാ ഫുഡ് പിന്നെ ചോറാണ്, ചോറ്, ചിക്കൻ കറി, മീൻ കറി, മോര് കറി, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ല, സർലാസ് അങ്ങനെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് നോൺ വെജ് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇച്ചിക്കൂടിനും അവൻ്റെ കൂടെ ഇരുന്ന് ആൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാനൊക്കെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. പിന്നെ ആളുടെ പാൻറ്റ് കുറച്ച് കിട്ടി കഴിഞ്ഞപ്പോൾ ബെൽറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഊരണമെന്ന് പറഞ്ഞു, അത് ഊരി മാറ്റി. പിന്നെ സാധാ നിക്കർ ഞാൻ അവന് ഇട്ട് കൊടുത്തു. പിന്നെ വൈകുന്നേരമല്ല രാത്രിയൊക്കെ കഴിയുമ്പോൾ അതേ ചിറ്റന്മാരൊക്കെ കിടന്ന് ഉറങ്ങി. വേണ്ടി അവൾമാർ വന്ന് കിടന്നു. പിന്നെ അവർക്ക് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ താഴത്തേക്ക്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ